വള്ളിക്കാവില് പോയിരുന്നു അല്ലേ? അമ്മയെ കണ്ടിരുന്നു. മാത്രമല്ല 1 മണിക്കൂറോളം അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റി. മഹാഭാഗ്യം. പിന്നെ അമ്മ തന്ന എല്ലാവർക്കും, നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും അമ്മയായിട്ട് തന്നെ കയ്യിലിട്ട് തരികയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരുപാട് സന്തോഷം. അത് അമ്മയെ കുറച്ച് നേരം പോയി കാണുക, ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. 1 മിനിറ്റൊക്കെയാണ് അമ്മയെ കാണാനായിട്ട് ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ അത്ര ആഗ്രഹിച്ച് തന്നെയാണ് നമ്മളും പോകുന്നത് അമ്മയെ കാണാനായിട്ട്. അതെ, അമ്മയുടെ മുമ്പ് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഭജനയല്ലേ, എത്ര നേരം വേണമെങ്കിലും പാടിക്കോണം. ഏറ്റവും വലിയ ഭാഗ്യമാണ്. തീർച്ചയായും അങ്ങനെ പാടിയ പാട്ടിന്റെ വരികളാണേലും ശരിക്കും അമ്മ നോക്കി പാടുമ്പോൾ ഭയങ്കര ഒരു ഫീൽ. ഞങ്ങളുടെ ഒരു സ്വന്തം പാട്ടാണ്. അമ്മയെ നോക്കി പാടുമ്പോൾ നമുക്കൊരു ഭയങ്കര പറഞ്ഞിട്ട്. അപ്പം അമൃതപുരിയിലും കൂടുതൽ പാടുന്ന അവിടുത്തെ പാട്ടുകളാണല്ലോ, അവിടുത്തെ കമ്പോസ് ചെയ്ത പാട്ടുകൾ. 3000-ന് മേളിൽ പാട്ടുകൾ ഓൾറെഡി ചെയ്തു നമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പാട്ട് അവിടെ പാടാന്ന് വെച്ചു. അല്ലേ, ഞാൻ അങ്ങനെ വിചാരിച്ചതല്ല, പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് ഇതാണോ അമ്മയുടെ മുമ്പിൽ പാടിയത്? എന്തായാലും കേൾക്കണം. എങ്ങും നിറഞ്ഞൊരമ്മേ, എനിക്കന്നം തരുന്നൊരമ്മേ, അറിവിൻ പൊരുളാ നിറയുമമ്മേ, ആർത്തബന്ധു നീ എന്നുമമ്മേ. എങ്ങും നിറഞ്ഞൊരമ്മേ, എനിക്കന്നം തരുന്നൊരമ്മേ, അറിവിൻ പൊരുളായി നിറയുമമ്മേ, ആർത്തബന്ധു നീ എന്നുമമ്മേ. എന്നും നിൻ ദിവ്യനാമങ്ങൾ പാടാൻ, ഉള്ളിൽ നിൻ മഞ്ജുരൂപം തെളിയാൻ, സന്താപനാശിനി അമ്മേ തൊഴാം, പ്രണവമന്ത്രസ്വരൂപിണി ദുർഗേ തൊഴാം.